ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് DIY വർക്കുമായിട്ടാണ്. അപ്പോൾ ഡെക്കോ പീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പീസാണ് നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുന്നത്. അതും വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വർക്ക് നമ്മൾ ഈ ഒരു ക്ലേ പോട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ലീക്കായിട്ടുള്ളൊരു ക്ലേ പോട്ടാണ്. അപ്പോൾ അത് നമുക്കിനി വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡെക്കോ പീസായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാനിതിനെ ബേസ് കോട്ടാക്കിയിട്ട് വൈറ്റ് ഫുള്ളായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് രണ്ട് കോട്ട് വൈറ്റ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഫ്ലോറൽ ഡിസൈനൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റിംഗ് ഒന്നും ചെയ്യാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് ഇന്ന് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ പോളിത്തീൻ ബാഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എയർ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെയിൻറ്റിൻ്റെ ഷെയ്ഡ് ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം പ്ലാസ്റ്റിക് ബാഗിലേക്ക്, എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു പോട്ടിലേക്ക് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ഡയറക്റ്റ് ചെയ്യാൻ അറിയാത്തവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാനത് റാൻഡംലി ആ ഒരു പ്രിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു മൾട്ടി കളേർഡ് ഫ്ലോറൽ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് അതിനായിട്ട് ഞാൻ യെല്ലോ ഷെയ്ഡ്, ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, മസ്റ്റാർഡ് അല്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് കുറച്ച് ഫ്ലോറൽ ഡിസൈൻസ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ലീവ്സും കൂടെ ഫ്രീ ഹാൻഡ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലീവ്സൊക്കെ ഗ്രീനറി ആഡ് ചെയ്താലാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒന്ന് പോപ്പപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലീവ്സ് നമ്മൾ ഹാൻഡ് ഫ്രീ ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവ് ലീവ്സൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്ത് ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് DIYയിൽ ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോട്ടിൽ ജസ്റ്റ് ഒന്ന് ഫ്രീ ഹാൻഡ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ഫ്ലോറൽ ഡിസൈനിൻ്റെ ഇടയിലായിട്ട് ലീവ്സിൻ്റെ ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു ഗോൾഡിൻ്റെ ടച്ചാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഫിനിഷിംഗ് ലുക്കും ഗ്ലൈസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫുള്ളായിട്ടല്ല, പെയിൻറ്റിംഗ് അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ടച്ചപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓവറോൾ ലുക്ക് നന്നായിട്ട് വരുന്നതാണ്. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പോട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് വാർണിഷ് വെച്ചിട്ട് ഒരു കോട്ടും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് യൂസ് ചെയ്യുന്നത് ഒരു പ്ലാന്റർ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കിത് നല്ല വോള്യൂം ഉള്ളതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അതിലേക്ക് പ്ലാന്റ് വെക്കൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയാലും ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു പോട്ടിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് തിന്നായിട്ടുള്ള പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇറക്കി വെച്ച് കൊടുത്താലും മതിയാകും. ഇനി ഫേക്ക് പ്ലാന്റോ ലീവ്സൊക്കെ വെക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് തന്നെ അതിലേക്ക് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ലൈവ് പ്ലാന്റാണ് വെക്കുന്നത്, അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്ന മണി പ്ലാന്റ് പോലെയുള്ള ഐറ്റംസാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മളൊരു സിമ്പിൾ ആൻഡ് ഡാമേജ് ആയിട്ടുള്ളൊരു ക്ലേ പോട്ടാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ആസ് ഇറ്റ് ഈസ് ഒരു ഡെക്കോ പീസായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഫങ്ഷനാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റർ ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോർണേഴ്സിൽ, വീടിൻ്റെ കോർണേഴ്സിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും ഇതുപോലെയുള്ള ക്ലേ പോട്ടൊക്കെ നമ്മളൊരു പ്ലാന്റർ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ കോർണറിലൊക്കെ സെറ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും ഇത് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ അപ്കമിങ് മേക്ക് ഓവറിൻ്റെ DIYസിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യണേ. ഈ ഒരു വുഡ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കും ഒരു സിമ്പിൾ മെത്തേഡിൽ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനും അല്ലെങ്കിൽ പെയിൻറ്റിങ് അറിയാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡ് തന്നെയാണ് ഇതിലും
ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ട്, അപ്പോൾ ഇത് ഓൾറെഡി വൈറ്റ് തന്നെയാണ് ബേസായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ കോട്ടിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ടൊരു സിംഗിൾ വൈറ്റ് കോട്ടും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഫിനിഷിംഗ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ 3/4 പോർഷൻ നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോട്ടം പാർട്ടിലേക്ക് കുറച്ച് ഭാഗമായിട്ട് നമ്മളിതുപോലെ ഗ്രീൻ ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്രീൻ ഷെയ്ഡും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ 2-3 ഗ്രീൻ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും അട്രാക്റ്റീവ് തന്നെ ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഷീറ്റിലേക്ക് ചെയ്തെടുക്കുന്നത് ലീവ്സിൻ്റെ ഇമേജസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ DIY ചെയ്ത പോലെ തന്നെ ഫ്ലോറൽ ഡിസൈനൊക്കെ പ്രിൻറ്റ് ചെയ്ത പോലെ തന്നെ ഒരു ടെക്നിക്കിലാണ് നമ്മളിവിടെ ലീവ്സും ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ ഈ ഒരു ഫുൾ DIYയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിയൽ ലീവ്സാണ് ഞാൻ അതിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അപ്ലൈ ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ വൺസ് അത് പ്ലേസ് ചെയ്തതിന് ശേഷം പിന്നെ അത് മൂവ് ആവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കത് ഒരു കുറച്ച് സെക്കൻഡ്സ് ലീവ് ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം പ്രിൻറ്റ്സ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ബോർഡറും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 0 സൈസിലുള്ള ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ബോർഡർ ശരിക്കും ക്ലിയറായിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് മൾട്ടി കളേർഡ് ഫ്ലോറൽ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള DIYയിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു പ്രിൻസൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സെൻട്രൽ പോർഷനിലേക്ക് കുറച്ച് ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ബ്രൗണോ ബ്ലാക്കോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വാർണിഷ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ വാർണിഷ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ക്രാഫ്റ്റിന് ഒരു ലോങ് ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു ഗ്ലൈസിങ്ങും വാട്ടർ പ്രൂഫൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ നെക്സ്റ്റ് അപ്കമിങ് മേക്ക് ഓവർ വീഡിയോന് വേണ്ടിയിട്ടുള്ള 2 DIY വർക്കാണ്. അപ്പോൾ 2 ഡെക്കോ പീസ് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് രണ്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.